സിനിമയെ വെല്ലുന്ന സംഭവങ്ങൾ. തൃശൂരിൽ കവർച്ച നടത്തിയ ശേഷം കോയമ്പത്തൂർ വഴി കടന്ന സംഘത്തെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. പ്രതികളുടെ ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റു. ഇന്ന് നടന്ന ആ നാടകീയ സംഭവ പരമ്പരയിലേക്ക്. സമയം പുലർച്ചെ 2:21. തൃശൂർ ജില്ലയിലെ മാപ്രാണത്തെ SBI ATMിൽ കവർച്ച നടക്കുന്നു. തൊട്ടു പിന്നാലെ 3:02 തൃശൂർ നഗരത്തിൽ ഷൊർണൂർ റോഡിലെ SBI ATMിലും കവർച്ച. മുഖം മറച്ചെത്തി CCTV ക്യാമറകളിൽ സ്പ്രേ പെയിന്റ് അടിച്ച് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചാണ് കവർച്ച. അവിടെയും തീർന്നില്ല. 3:30 കോലഴിയിലെ ATMും കവർന്ന് കൊള്ളസംഘം നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വെള്ള ഹ്യുണ്ടായി കാറിൽ വടക്കാഞ്ചേരി വഴി പാലക്കാട്ടേക്ക്. ATMിലുള്ള ക്യാമറയും CCTVയിലുള്ള ക്യാമറയും സ്പ്രേ പെയിൻ്റ് അടിച്ച് ബ്ലാക്ക് ചെയ്തിട്ട് അതിനുശേഷം ഇവർ ഗ്യാസ് കട്ടിങ് ചെയ്യുന്നുണ്ട്. പഴയ ATMകൾ വാങ്ങി പരിശീലനം നടത്തി കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഗ്യാസ് കട്ടിങ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആൾക്കാരുകൾ എന്നാണ് നമ്മുടെ നിയമനം. ഒരു വെള്ള കളർ ക്രെറ്റ കാറ് ഒന്നിന് കൂടുതൽ സംഭവ സ്ഥലത്തിൽ സന്ദർശിച്ചതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി. പ്ലസ് ഇത് പ്രത്യേകിച്ച് 2ാമതും 3ാമത്തെ സ്ഥലത്തിൽ ആ സ്ഥലം എത്തുമ്പോഴത്തേക്ക് അവിടെ സ്മോക്കുണ്ട്, പുകയുണ്ടോ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് അത് തുറന്ന് നോക്കുമ്പോൾ ഒരു ഗ്യാസ് കട്ടർ ഉപയോഗിച്ചതായിട്ട് ഒരു പ്രാഥമിക നിഗമനത്തിലെത്തി. 3 ATMകൾക്കിടയിലെ ദൂരം 25 കിലോമീറ്റർ. 3 ATMകളിൽ നിന്ന് കവർന്നത് 65 ലക്ഷം രൂപ. വിവരം അറിഞ്ഞ കേരള പോലീസ് ലഭ്യമായ CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസിന് കൈമാറുന്നു. തമിഴ്നാട് പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോഴേക്കും കവർച്ചാ സംഘം കാർ ഒരു കണ്ടെയ്നറിൽ കയറ്റി യാത്ര തുടർന്നിരുന്നു. സേലം ഈറോഡ് വഴി നാമക്കല്ലിലേക്ക് കടന്ന കവർച്ചാ സംഘത്തെ കാത്തിരുന്നത് അപ്രതീക്ഷിത സംഭവങ്ങൾ. അപ്പോൾ ഈ ഗ്യാസ് കട്ടർ സംഘം നേരത്തെ കേരളത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2017-18 കാലഘട്ടത്തിൽ ആലപ്പുഴയിലും ആൻഡ് 2021 കണ്ണൂരിലും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ രീതിയും ശൈലിയും മനസ്സിലാക്കുമ്പോൾ ഹരിയാനയിൽ മേവത്ത് എന്ന് അറിയപ്പെട്ടിരുന്ന ഇപ്പോൾ നൂ എന്ന് അറിയപ്പെടുന്ന ഒരു ജില്ല, രാജസ്ഥാനിൻ്റെ നോർത്തേൺ ഭാഗം ആൻഡ് ഹരിയാനയുടെ സൗത്ത് ഈസ്റ്റേൺ ഭാഗമായിട്ട് വരും. ആ ജില്ല കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങളുടെ ഒരു രീതിയായിട്ട് നാം മനസ്സിലാക്കി. സ്ഥലം നാമക്കല്ലിലെ സന്യാസിപ്പട്ടി. സമയം രാവിലെ 8:30. രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറി 2 ബൈക്കുകളിലും ഒരു കാറിലും ഇടിച്ച അപകടം. അതിനിടെ പോലീസ് വാഹന പരിശോധന മറികടന്ന് കണ്ടെയ്നർ ലോറി നിർത്താതെ പോകുന്നു. പിന്നീട് പോലീസ് വാഹനം തടഞ്ഞ് പരിശോധന നടത്തിയപ്പോൾ കണ്ടെയ്നറിൽ കണ്ടെത്തിയത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വെള്ള ഹ്യുണ്ടായി കാർ. നേരത്തെ ഉള്ള കേസുകളിൽ 2021 കണ്ണൂർ കണ്ണപുരം പോലീസ് സ്റ്റേഷനിലുള്ള കേസ് സമാനമായ രീതിയിലുള്ള കേസായിരുന്നു. 3 ATM ഒരേ നൈറ്റിൽ കവർച്ച നടന്നിരുന്നു. അപ്പം DSP ബാലകൃഷ്ണൻ നായരും ഇൻസ്പെക്ടർ അനിൽകുമാറും കണ്ണൂർ സ്ക്വാഡ് സംഘവും അതിൻ്റെ നേതൃത്വത്തിലുള്ള ടീമും അവരെ പിടികൂടിയിരുന്നു. അപ്പോൾ അതിൽ നാം മനസ്സിലാക്കിയത് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഇവർ ഈ കാറിന് കണ്ടെയ്നർ ലോറിനകത്ത് കയറ്റുന്ന ഒരു പരിപാടി ചെയ്തിരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാറുകളും ഈ കാറിൻ്റെ നമ്പർ വ്യക്തമായിരുന്നില്ല. പിന്നീട് നമ്പർ കിട്ടുമ്പോഴത്തേക്കും AF എന്നോ AP എന്നോ ഒരു ഇത് മാത്രമേ കിട്ടിയിരുന്നു. നമ്പറായിട്ട് ഈ കാറിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കേസിൽ ഉള്ള കാറ് എങ്ങനെയാണ് ഇവിടെ വന്നു എന്ന് ഇനി നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലെ കണ്ടെത്താൻ പറ്റും. പിന്നീടുണ്ടായത് അപ്രതീക്ഷിത ഏറ്റുമുട്ടൽ. 2 പ്രതികൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെയാണ് ഏറ്റുമുട്ടൽ രൂക്ഷമായത്. ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഇൻസ്പെക്ടർക്ക് പരിക്കേൽക്കുന്നു. പോലീസ് തിരിച്ചു നടത്തിയ വെടിവയ്പിൽ കവർച്ചാ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് കാലിൽ വെടിയേൽക്കുകയും ചെയ്തു. മറ്റുള്ളവരെ പോലീസും നാട്ടുകാരും ചേർന്ന് കീഴ്പ്പെടുത്തി. കാറും പണവും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പിടിയിലായ പ്രതികളിൽ 5 പേർ ഹരിയാന സ്വദേശികളാണെന്നും കണ്ടെയ്നർ ഡ്രൈവർ തൃശൂർ സ്വദേശിയുമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥയായ DIG ഉമ പറഞ്ഞു.
ATM-കൾ ലക്ഷ്യമിട്ട് കൊള്ളയടിക്കുക എന്നതാണ് ഈ സംഘത്തിന്റെ രീതിയെന്നും തമിഴ്നാട് പോലീസിലെ DIG വ്യക്തമാക്കി. இவங்க எப்படி பிளான் பண்றாங்கன்னா ஹரியானால இருந்து அவங்க கிளம்பி வராங்க, டெல்லியில இருந்து லோட் ஏத்திட்டு சென்னை வராங்க. ஒரு டீம் வந்து சென்னை வராங்க, கண்டெய்னர்ல அவங்க லோட் அன்லோட் பண்றதுக்கு எந்த இடம் என்னங்கிறதெல்லாம் அப்புறம் நாங்க விசாரிச்சு சொல்றோம். இன்னொரு டீம் என்ன பண்றாங்கன்னா கிரேட்டா கார் எடுத்துட்டு வராங்க. அதுக்கப்புறமா 2 பேர் வந்து அவங்கள ஜாயின் பண்ணிக்கிறாங்க. அவங்களோட அவங்க கூகுள் மேப்ல எங்கெங்கெல்லாம் ATM இருக்குன்னு பாக்குறாங்க. அந்த ATM வந்து அவங்க ஐடென்டிஃபை பண்ணிட்டு அதை டார்கெட் பண்ணி அங்க போறாங்க. கிரேட்டா கார் போயிடுது, கண்டெய்னரும் தனியா தான் வருது. ஒரு குறிப்பிட்ட டிஸ்டன்ஸுக்கு அப்புறமா இவங்க என்ன பண்றாங்கன்னா இந்த கிரேட்டா காரை வந்து கண்டெய்னர்ல ஏத்திட்டு எல்லாரும் ஒரே இதுல டிராவல் பண்றாங்க. കവർച്ച സംബന്ധിച്ച് തൃശൂരിലും പാലക്കാട്ടും പോലീസ് സംഘം വ്യാപക അന്വേഷണം നടത്തുകയാണ്. ഫോറൻസിക് സംഘം ATM-കളിൽ പരിശോധന നടത്തി. പ്രതികൾക്ക് പ്രാദേശിക സഹായം ലഭ്യമായിട്ടുണ്ടോ, പ്രതികൾ എങ്ങനെ കേരളത്തിലെത്തി, എന്ന് കേരളത്തിലെത്തി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുകയാണ്. ഇനി അറിയേണ്ടത് പ്രതികൾക്ക് കേരളത്തിൽ ലഭിച്ച സഹായം, പ്രൊഫഷണൽ കവർച്ചാ രീതി എങ്ങനെ, കാർ കണ്ടെയ്നറിൽ കയറ്റിയത് എവിടെ വെച്ച്, നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറിൻ്റെ ഉടമയാര്, കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവറുടെ ക്രിമിനൽ പശ്ചാത്തലം, കവർച്ചാ സംഘം ലക്ഷ്യമിട്ട സുരക്ഷിത കേന്ദ്രം ഏത്, രക്ഷപ്പെടാൻ നാമക്കൽ വഴി തെരഞ്ഞെടുത്തത് എന്തിന്, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പോലീസിന് മുന്നിലുള്ളത്. കൂടുതൽ അന്വേഷണത്തിനും പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനും കേരള പോലീസ് തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. തമിഴ്നാട് പോലീസിന്റെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കേരളത്തിലെത്തിക്കും. ATM കവർച്ച, ഗൂഢാലോചന, വാഹനാപകടം, പോലീസിന് നേരെയുണ്ടായ വധശ്രമമടക്കം നിരവധി കേസുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തുക. തൃശൂർ ന്യൂസ് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.